രോഗപീഠകളാലും പ്രായത്തിന്റെ അവശതകൾ കൊണ്ടും തളർന്നു പോയവരോട് പൂക്കോടുപാട്യം മടപ്പുരയ്ക്കൽ ശാരദ ചേച്ചിക്ക് ഒന്നേ പറയാനുള്ളൂ. നിങ്ങളൊരു പൂന്തോട്ടം ഉണ്ടാക്കൂ, പൂവുകൾ നിങ്ങളെ ആശ്വസിപ്പിക്കും. കണ്ണൂരിലെ ശാരദ ചേച്ചിയുടെ വീട്ടുമുറ്റത്തെ വിശേഷങ്ങളിലേക്ക്. നാട്ടുകാരുടെ പ്രിയപ്പെട്ട ശാരദ ചേച്ചിക്ക് പറയാനുള്ളത് 66-ാം വയസ്സിലെ അവശതകളെ കുറിച്ചല്ല, മറിച്ച് മുറ്റം നിറയെ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഈ ചെടികളെ കുറിച്ചാണ്. ഒരു ദിവസം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഈ ഉദ്യാനത്തിൽ നിന്ന് തന്നെ. അവിടെ ഒരുക്കിയ വ്യത്യസ്തങ്ങളായ പൂച്ചെടികളെ കുറിച്ച് ശാരദ വർണ്ണിക്കുന്നത് കേൾക്കാൻ നല്ല രസമാണ്. വയസ്സിലെ ഭർത്താവിന്റെ വിയോഗത്തിലൊന്ന് പകച്ചെങ്കിലും 3 പെൺമക്കളുടെ ഭാവി ശാരദാമ്മയുടെ കയ്യിൽ ഭദ്രമായിരുന്നു. കുട്ടികളെ പഠിപ്പിച്ചു, അവർ ജോലിയിൽ പ്രവേശിച്ചു. ആശ്വാസത്തിന്റെ നാളുകളിലേക്ക് കടക്കുന്നതിനിടെ ശാരദ ചേച്ചിയെ തേടിയെത്തിയ വിധി മറ്റൊന്നായിരുന്നു. 2010-ൽ ക്യാൻസർ ബാധിച്ചു. പിന്നീട് പാർക്കിൻസൺ, ഹാർട്ടിൽ അണുബാധ, 8ഓളം ഓപ്പറേഷനുകൾ. ഇന്ന് ഒരു ദിവസം ആരംഭിക്കുന്നത് തന്നെ 13 ഗുളികകൾ കഴിച്ചുകൊണ്ടാണ്. എങ്കിലും ഈ പൂന്തോട്ടത്തിലെത്തുമ്പോൾ ശാരദാമ്മ എല്ലാ വിഷമങ്ങളും മറക്കും. പ്രായം വെറും നമ്പറാണെന്നും അവശതകൾ അകറ്റുന്ന മരുന്നാണ് തന്റെ പൂന്തോട്ടമെന്നും വിശ്വസിക്കാനാണ് ശാരദ ചേച്ചിക്ക് ഇഷ്ടം. തന്റെ തോട്ടത്തിലെ വർണ്ണവൈവിധ്യം CCTVയിലൂടെ വിദേശത്തുൾപ്പെടെയുള്ള മക്കളെ കാണിച്ചു കൊടുത്ത് സന്തോഷിക്കാനും ഫോണിലൂടെ അവരുമായി സംവദിക്കാനും ശാരദാമ്മയ്ക്ക് ഇഷ്ടമാണ്. ഒന്നിനും പതറാതെ മനോധൈര്യത്തോടെ ശാരദേച്ചിക്ക് മുന്നോട്ടു പോകാൻ സാധിച്ചതിന് കാരണം ഈ ഉദ്യാനമാണെന്ന് മക്കളും ശാരദേച്ചിയെ അടുത്തറിയുന്ന ബന്ധുക്കളും നാട്ടുകാരും പറയുന്നു. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.